ഇന്നും അദ്വൈത ചിന്തയെ കടത്തി വെട്ടാനായിട്ട് ഒരു ചിന്ത ഭാരതത്തിലും മറ്റൊരിടത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? ശങ്കരന്റെ അതിനുശേഷം വന്നത് മുഴുവനും അദ്വൈതത്തെ നിരസിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം സയൻസ് പോകുന്നത് അദ്വൈതത്തെ അന്വേഷിച്ചാണ് ഇന്ന്. അപ്പോൾ സയൻസിൻ്റെ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമുള്ള സയൻസിൻ്റെ സത്യാന്വേഷണ രീതി വെച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സത്യാന്വേഷണം നമ്മുടെ സംസ്കാരത്തിൻ്റെ പൊൻപുലരിയിൽ തന്നെ നടത്തിയ ആളാണ് ശങ്കരാചാര്യർ. അദ്വൈതമാണ് ഈ ദ്വൈത ചിന്ത സയൻസിൽ ഉണ്ടാക്കിയ ആളിൻ്റെ പേരാണ് ദക്കാർത്തെ. ദക്കാർത്തയാണ് ദ്വൈത ചിന്തയുടെ ആൾ. ദക്കാർത്തയുടെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു ഐസക് ന്യൂട്ടൻ. അപ്പോൾ ഐസക് ന്യൂട്ടനാണ് മോഡേൺ ബലതന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ആ ഐസക് ന്യൂട്ടൻ ദ്വൈത ചിന്തയുടെ പരമാചാര്യനായ, ഫ്രാൻസിലെ ദ്വൈത ചിന്തയുടെ പരമാചാര്യനായ ദക്കാർത്തയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്തമാറ്റീഷ്യനുമാണ്, അതേസമയത്ത് തന്നെ ഫിലോസഫറുമാണ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഫിലോസഫേഴ്സ് അത്ര വലിയ മറ്റു തരത്തിലുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാനാവില്ല. പക്ഷേ ഇദ്ദേഹം വലിയ ഗണിതശാസ്ത്രജ്ഞനും അതേസമയത്ത് തന്നെ തത്വചിന്തകനും, അതായത് ഫിലോസഫറും ദാർശനികനും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റേത് ദ്വൈത ചിന്തയാണ്. പ്രപഞ്ചം വേറെ, ഞാൻ വേറെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഈശ്വരൻ വേറെ, ഞാൻ വേറെ. അങ്ങനെ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു എന്നതിനെയും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സിലാണ്, ഗണിതശാസ്ത്രത്തിലാണ് ശരിക്ക് ഐസക് ന്യൂട്ടൻ ആദ്യം ആകർഷണനായത്. അങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി പഠിച്ചപ്പോൾ ആ ഫിലോസഫിയിലും ആകർഷണനായി. അത് ദ്വൈത ചിന്തയാണ്, അദ്വൈതമല്ല. പക്ഷേ സയൻസ് ഇന്നത് നിരസിച്ചിട്ട് ഇന്ന് അദ്വൈതത്തിൻ്റെ മാർഗത്തിലേക്കാണ് സയൻസ്. നമ്മുടെ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാലമായപ്പോഴേക്കും അത് അദ്വൈതത്തിലേക്ക്, അതായത് പ്രപഞ്ചവും ഈശ്വരനും പ്രകൃതി വസ്തുക്കളുമൊക്കെ വേറെ വേറെ ആവിർഭാവങ്ങളാണ് എന്ന ദ്വൈത ചിന്തയെ നിരസിച്ചിട്ട് ഇതെല്ലാം ഒരേ അന്തസ്സത്തയുടെ ബഹിസ്ഫുരണങ്ങൾ മാത്രമാണ് എന്ന ചിന്തയിലേക്കാണ് ഇന്ന് സയൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ചിന്തയും ഒന്നാണെന്നല്ല ഞാൻ വാദിക്കുന്നത്, പക്ഷേ അവർ ആ നിലയിലേക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു, അദ്വൈതത്തിൻ്റെ വഴിക്ക്.